ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രൈരീസ് കെയർ. സ്റ്റേറ്റ് ഓഫ് ഹോർമസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. എല്ലാ ചാനലുകളിലും ലോകമൊട്ടാകെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇറാൻ്റെ അധീനതയിലുള്ള അഥവാ ഇറാൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് ഹോർമസ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാർഗൈനിങ് പോയിൻ്റ് ഓഫ് Iran against US and Israel. In fact, we all are suffering. We are facing the heat of the blocking Hormuz Strait because we are not getting the fuel, energy supply, diesel, petrol products. We are suffering very much. Although we are receiving 1 or 2 ships regularly, that is a special privilege for India. So let us see what is the same kind of a situation in Indian Ocean. There is also a state of Malacca. മലാക്ക സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഓഫ് കോഴ്സ് കുറച്ച് നമുക്ക് പാകിസ്ഥാൻ മീഡിയേഷൻ നടക്കുന്ന, ഇസ്ലാമാബാദിൽ നടക്കുന്ന മീഡിയേഷൻ, US വാർ, US ഇറാൻ ടോക്സിനെ കുറിച്ച്, ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷൂറിയസ് 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ ഡിഫറെൻറ്റ് സ്റ്റോറീസിൽ, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഫ്ലോർസിൽ ഓരോ കൺട്രികൾ താമസിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് JD Vance, വൈസ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക, ആൻഡ് ഹിസ് പാർട്ട്നേഴ്സ്, മോസ്റ്റ് ഓഫ് ദം ആർ ജൂതന്മാരായ അമേരിക്കക്കാർ. ദെൻ ജൂതന്മാരെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അതായത് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഇസ്രായേൽ, ഇറാൻ്റെ ഒരു എനിമി പോയിൻറ്റ്സ് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദീസ് ആർ ദി സിറ്റുവേഷൻ. ആ ചർച്ചകൾ എവിടെ വരെ എത്തും? ഏതായാലും ചർച്ചയൊക്കെ 2 സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴേക്കും 3 സ്റ്റെപ്പ് പുറകിലോട്ട് വരുന്ന രീതിയിലാണ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയുന്നത്. എനിവേ, ലെറ്റ് us see something good is prevailing. എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, യെസ്, വി മേ ഡിസ്കസ് അബൌട്ട് സ്റ്റേറ്റ് ഓഫ് മലാക്ക. സ്റ്റേറ്റ് ഓഫ് മലാക്ക ഈസ് 800 kilometers long shipping lane connecting Indian Ocean to Pacific Ocean. ഇന്ത്യ മഹാസമുദ്രത്തിനെ പസഫിക് മഹാസമുദ്രത്തിനോട് ബന്ധിപ്പിക്കുന്ന ഒരു ഷിപ്പിംഗ് ലൈനാണ് ദി സ്ട്രൈറ്റ് ഓഫ് മലാക്ക. ഇത് കടന്നു പോകുന്നത് ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ഇടയിലൂടെയാണ്. നിയർ സിംഗപ്പൂർ, അത് കടന്നു വന്നിട്ട് നേരെ വരുന്നത് നമ്മുടെ അന്തമാൻ നിക്കോബാർസിൻ്റെ മുമ്പിലേക്കാണ്. പിന്നെ ഇന്ത്യ, ഓഫ് കോഴ്സ്, വി ഹാവ് എ very good control over state of Malacca. 80% of shipments to the China is going through this strait. 80%. ചൈന ഈ ഭാഗത്ത് ഒരുപാട് സംഭവങ്ങൾ, ചെയിൻ ഓഫ് ദ്വീപ്സ്, ഒരുപാട് സ്ഥലങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യക്ക് ചെക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം നമ്മളും സെയിം ഒരു രീതിയാണ് പിന്തുടരുന്നത്. നമുക്ക് ചൈനയേക്കാൾ കൂടുതൽ സെറ്റപ്സ് നമുക്കുണ്ട്. അതുകൊണ്ട് ചൈനയ്ക്ക് എപ്പോഴും ഇപ്പോൾ ഗൾവാനിലും അവിടെയും ഇവിടെയൊക്കെ അവർ പ്രശ്നങ്ങൾ ബോർഡർ ഏരിയയിൽ ചൈന ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരതിലൊന്നും കൂടുതൽ മുന്നോട്ട് പോകാത്തത് ഈ മലാക്ക സ്റ്റേറ്റിൽ ഉള്ള ഇന്ത്യയുടെ ഡോമിനേഷൻ കാരണം മാത്രമാണ്. ഓക്കെ, ദി സ്ട്രാറ്റജി ഓഫ് മലാക്ക സ്റ്റേറ്റ് ഡോമിനേഷൻ ബൈ ഇന്ത്യ to engage China at sea and land. സമുദ്രത്തിലും കരയിലും ഒരുപോലെ ചൈനയ്ക്ക് ഒരു ചാലഞ്ച് കൊടുക്കണം നമ്മൾ കൊണ്ട്.
We know very much that China is our biggest enemy in the 21st century. നമ്മുടെ നമ്പർ വൺ ശത്രു ചൈന തന്നെയാണ്. അന്നുമായിരുന്നു, ഇന്നുമായിരുന്നു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഓക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മളവരെ അടിച്ചമർത്തും. Pakistan, I think he is not a level player to India. So our number one enemy is none other than China. Okay. So ചൈനയെ എങ്ങനെ നേരിടാമെന്ന് എപ്പോഴും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. റീസൺ ബീങ്, India is continuously increasing the defense capabilities in terms of advanced weaponry and air force superiority. Our naval forces are also at highest order to keep the nation protected. നമ്മൾ എല്ലാ രീതിയിലും ചൈനയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എല്ലാ ക്യാപ്പബിലിറ്റീസും നമ്മൾ കൂടുന്നത്. We also know that we may face a dual front from China as well as Pakistan. ഇനിയൊരു യുദ്ധം ഉണ്ടാകുമെങ്കിൽ അത് ദ്വിമുഖ യുദ്ധഭീഷണിയായിരിക്കും. 2 ഫ്രണ്ട്സിൽ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് ലാസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂറിലും നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാന് വേണ്ട എല്ലാ സ്ട്രാറ്റജിക് സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരുന്നത് ചൈന തന്നെയായിരുന്നു. സോ ഇറ്റ് വാസ് എ സൈലൻറ്റ് വാർ വിത്ത് ചൈന ഓൾസോ. ഡയറക്റ്റ് നമ്മൾ വാർ ചെയ്യുന്നില്ലെങ്കിലും ചൈന വാസ് ഫുള്ളി സപ്പോർട്ടിങ് പാകിസ്ഥാൻ ആൻഡ് ഇൻ ദാറ്റ് മാറ്റർ US ഓൾസോ. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര ഫ്രണ്ട് കൺട്രീസ് ഉണ്ടെങ്കിലും എത്ര എനിമീസ് കൺട്രീസ് ഉണ്ടെങ്കിലും വാട്ട് മാറ്റേഴ്സ് ഈസ് അവർ സ്ട്രെങ്ത്. നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്തേ മതിയാകൂ. ഒരിക്കലും ഡിഫൻസിൻ്റെ കാര്യത്തിലും ഏതൊരു കാര്യമായാലും സ്വന്തം റിലയൻസ് നമുക്ക് ഇന്ത്യക്ക് ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഉത്തമ ബോധത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? Chinese PLA, People's Liberation Army, has changed its strategy to that of intelligence warfare. പണ്ടൊക്കെ ഒരു കൺവെൻഷണൽ മെത്തേഡ് ഓഫ് വാർഫെയർ ആയിരുന്നു. ഇപ്പോൾ അതല്ല. They have changed. China has changed to intelligence warfare. Intelligence warfare, that is most lethal weapon I think nowadays. എന്താണ് ഇൻ്റലിജൻസ് വാർഫെയർ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡ്രോൺ സ്വാംസ്, അഡ്വാൻസ്ഡ് സാറ്റലൈറ്റ് ചെയിൻ അസിസ്റ്റൻറ്റ്. ദിസ് ഓഫ് കോഴ്സ് പോയിസ് ബിഗ് ചാലഞ്ചസ് ടു ഇന്ത്യ. ഇതൊക്കെ ഇന്ത്യക്ക് ഒരു ഭയങ്കര ചാലഞ്ച് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചൈനാസ് ഡിഫൻസ് ക്യാപ്പബിലിറ്റീസ് ഹാവ് കൺസിഡറബിളി ഇൻക്രീസ്ഡ് ദാൻ ഇന്ത്യാസ് ക്യാപ്പബിലിറ്റി. നമ്മുടെ ആയുധ ശക്തിയെക്കാളും ഒരുപാട് മുന്നിലാണ് ചൈനീസ് ക്യാപ്പബിലിറ്റീസ്. അത് പറയുന്നത് നമുക്ക് വിഷമമുണ്ടെങ്കിലും അത് സത്യാവസ്ഥയാണ്. എപ്പോഴും നമ്മളുണ്ടല്ലോ വളരെ പ്രാക്ടിക്കലായിട്ടാണ് കരുതണം. ഇമോഷണൽ, ഓഫ് കോഴ്സ് ദർ ഈസ് ഇമോഷൻസ്, ബട്ട് അറ്റ് ദി മൊമെൻറ്റ് ചൈന ഈസ് ഹാവിങ് ദി എഡ്ജ്. ഇറ്റ് ഹാസ് ഓൾസോ ഇൻക്രീസ്ഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. നമ്മുടെ ആ അന്തരം ഒന്നുകൂടെ കൂടിയിരിക്കുകയാണ്. വി ആർ ബിറ്റ് സ്ട്രഗ്ലിംഗ് ആൻഡ് our defense industrial base, DIB എന്ന് പറയും, ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സൈനിക വ്യവസായ അടിത്തറ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈസ് ഗെറ്റിംഗ് ദി പേസ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദി ഡിസൈഡ് ലെവൽ. നമ്മൾ പതിയെ നമ്മൾ ആ അടിത്തറ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വി ആർ ഗെറ്റിംഗ് ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത് എന്ന് പറയാം. കരുത്തിൽ നിന്ന് കരുത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ചൈന അല്പം മുമ്പിലാണെങ്കിലും സ്ട്രാറ്റജിക്കലിയും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും വേൾഡ് ലെവലിലുള്ള ഒരു റെപ്യൂട്ടേഷനൊക്കെ നോക്കുമ്പോൾ ഇന്ത്യ ഈസ് ഫാർ അഹെഡ് ഫ്രം ചൈന. We have seen in the last year's Operation Sindoor, China had provided several strategically. China has provided several strategic live inputs to Pakistan, and the Pakistan tried a number of things but failed against India's strong defense systems. നമ്മുടെ ഡിഫൻസ് സിസ്റ്റം മുമ്പിലേക്ക് തകർന്നു.
China is also trying to test and experiment its newly designed weaponry in Pakistan against India. അവരുടെ പുതിയ കുറേ വെപ്പണൊക്കെ ട്രൈ ചെയ്യാൻ നോക്കി. അവരുടെ ഡിഫൻസ് സിസ്റ്റം proved to be utter failure before India's attacks. അപ്പോൾ അതെല്ലാം ഒരു ചെക്ക് ചെയ്യുന്ന പോലെ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റിംഗ് പോയിൻ്റായിട്ട് പാകിസ്ഥാനെ യൂസ് ചെയ്യുന്നുണ്ട് ചൈന. ഇറാൻ ഹാസ് സ്റ്റാർട്ടഡ് സച്ചുറേഷണൽ അറ്റാക്ക് അഗൻസ്റ്റ് US ആൻഡ് ഇസ്രായേൽ. നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഈ ഇറാൻ US യുദ്ധത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ഇറാൻ ഒരു പുതിയ മെത്തേഡ് തുടങ്ങിയിട്ടുണ്ട്. സച്ചുറേഷൻ അറ്റാക്ക് എന്ന് പറയും. സച്ചുറേഷൻ അറ്റാക്ക് ഈസ് എ ന്യൂ തിങ്, ബട്ട് ദേ ഹാവ് സ്റ്റാർട്ടഡ് സച്ചുറേഷൻ അറ്റാക്ക് അഗൻസ്റ്റ് US ആൻഡ് ഇസ്രായേൽ. ദാറ്റ് ഈസ് അതെന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഫയറിംഗ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് ഡ്രോൺസ് ആൻഡ് മിസൈൽ. അതായത് ഹൺഡ്രഡ്സ് ഓഫ് ഡ്രോൺസ് ആൻഡ് മിസൈൽസ് കണ്ടിന്യൂസ് ആയി ഫയർ ചെയ്യുക. എവറി സിസ്റ്റം ഹാസ് എ കപ്പാസിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം എന്നുള്ള സിസ്റ്റത്തിന് അവർക്ക് 1000 മിസൈലിലെ ഒരു കപ്പാസിറ്റിയാണ്. പക്ഷേ 1001 മിസൈൽ, ഒരു മിസൈൽ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അത് തകരും. അത് നമ്മൾ 2024 മെയ്യിൽ നമ്മൾ കണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് ആ ഒരു സച്ചുറേഷൻ അറ്റാക്ക് എന്നതിന് പുതിയ പേരിട്ടത്. അപ്പോൾ കണ്ടിന്യൂസ് നിങ്ങൾ ഇത് പ്രഹരിച്ചു കൊണ്ടിരുന്നാൽ അത് തകരും 100%. അങ്ങനെ ഒരു സിറ്റുവേഷൻ പുതുതായിട്ട് കണ്ടിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ. ആക്ച്വലി ഇറാൻ വാസ് ടേക്കിംഗ് ദിസ് ഓപ്ഷൻ ഇൻ ആബ്സെൻസ് ഓഫ് എ സ്ട്രോങ് ഏബിൾ എയർഫോഴ്സ്. ഇറാൻ്റെ അടുത്തൊരു സ്ട്രോങ് എയർഫോഴ്സ് ഇല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നേവി ഉണ്ടായിരുന്നു, നേവിയൊക്കെ ഓൾമോസ്റ്റ് തകർത്തു US. അപ്പോൾ ഇൻ ആബ്സെൻസ് ഓഫ് എ സ്ട്രോങ് എയർഫോഴ്സ്, ഇറാൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദിസ് സച്ചുറേഷൻ അറ്റാക്സ്. അതിൽ അവർ അത്യാവശ്യം നല്ല ഒരു സക്സസ് റേറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വിച്ചിങ് ഓവർ ഫ്രം പ്ലാറ്റ്ഫോം സെൻട്രിക് വാർഫെയർ ടു സച്ചുറേഷൻ അറ്റാക്ക് വാസ് ഇറാൻസ് മെയിൻ മോട്ടോ ദിസ് ടൈം. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സിറ്റുവേഷനാണ്. സിമിലർലി, ഇന്ത്യ ഈസ് ഓൾസോ making lot of changes in the approach. Meeting China and Pak, the dual threats, at a time നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും ചൈനയോടും പാകിസ്ഥാനോടും. ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ കരുതിയിരിക്കണം. എപ്പോഴും അതാണല്ലോ, ഏതൊരു നല്ല കൺട്രിയും എപ്പോഴും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മുൻകരുതലെടുത്തുകൊണ്ട് നമ്മൾ മുന്നേറും. നമ്മൾ ഈ യുദ്ധത്തിൻ്റെ മാത്രം കാര്യം പറയുമ്പോൾ പലരും വിചാരിക്കും ഇയാൾക്ക് ഇതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലേ. Being a soldier, I am very concerned about the protection of my country. So, നമ്മൾ പണ്ടൊക്കെ ഒരു ഡിവിഷൻ ഒന്നിച്ചങ്ങ് പോയിട്ട് യുദ്ധം ചെയ്യുമായിരുന്നു. രാജസ്ഥാനിലൊക്കെ നമ്മൾ കണ്ടാണ്. കംപ്ലീറ്റ് ഡിവിഷൻ അങ്ങ് മാർച്ച് ചെയ്യും. ഒരുപാട് സംഭവങ്ങൾ, മാസങ്ങളോളം അവർക്ക് ഇങ്ങനെ യുദ്ധം ചെയ്യാനുള്ള ആംസാമിനേഷൻ, റേഷൻ, എവരിത്തിങ്ങിനോ സപ്ലൈസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം അങ്ങനെയല്ല. വി ആർ സ്വിച്ചിങ് ടു എ ഡിഫറെൻറ്റ് മോഡ്. IBG എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ്സ്. അതൊരു മാക്സിമം 5,000 സ്ട്രെങ്തിലുള്ള IBG. അവരകത്ത് എല്ലാ സംഭവങ്ങളും കാണും. 12 to 24 hours റെഡിനെസ് എപ്പോഴും അവർ കരുതിയിരിക്കുകയാണ്. അതൊക്കെ ഒരുപാട് എപ്പോഴും എക്സസൈസൊക്കെ ചെയ്ത് ഇതിൻ്റെ ബാറ്റിൽ റെഡിയായിട്ട്, ബാറ്റിൽ റെഡിനെസ് ഭയങ്കരമാണ് ഇന്ത്യയുടെ. സോ വൈറ്റൽ ഏരിയാസ് ഇൻ പാക്. നമ്മൾ നാളെ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ചൈനയോട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ IBG ഗ്രൂപ്പ്സ് പോയിട്ട് പാകിസ്ഥാൻ്റെ വൈറ്റൽ ഏരിയകൾ പിടിച്ചടക്കും. അത് പിടിച്ചടക്കി കഴിഞ്ഞിട്ട് പാകിസ്ഥാനെ ബാർഗൈനിങ് പോയിന്റിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ചൈനയോട് സംസാരിക്കുക. അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്തകളും ഡിസ്കഷൻസും എല്ലാം നടത്തി ഒരു സ്ട്രോങ് പൊസിഷനിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. അതുപോലെ അഡ്വാൻസ്ഡ് നേവി, ഇന്ത്യൻ നേവി ഈസ് മാർവലസ്, സുപ്പീരിയറാണ്. പക്ഷേ അവിടെ ഒന്നുകൂടെ അതിൻ്റെ അഡ്വാൻസ് ആക്കാൻ വേണ്ടി, കാരണം ചൈനീസ് നേവിയും വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബരാബർ ഇഫ് നോട്ട് മോർ ആക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ. മലാക്ക സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദ്രത്തിലെ ഇന്ത്യയുടെ തന്ത്രപ്രധാന ആയുധമായിരിക്കും.
സ്ട്രേറ്റ് ഓഫ് മലാക്ക. അത് നിങ്ങൾ മാപ്പിൽ കണ്ടു കാണും. അത് ആ ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ഇടയിലൂടെ കടന്നു പോകുന്ന സ്ഥലങ്ങളും അതിൽ ഇന്ത്യ ഇങ്ങനെ അവിടെ ഒരു ഏറ്റവും വലിയ ഒരു ശത്രുവിനെ പോലെ ചൈനയ്ക്ക് നമ്മളവിടെ പുറത്ത് തന്നെ കാത്തിരിക്കുന്നതും ആരെന്ത് ചെയ്താലും അത് നമുക്ക് നല്ല സ്ട്രാറ്റജിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ന്യൂ നിക്കോബാർ പ്രോജക്ട്സ് കൂടെ അവിടെ വരുമ്പോഴത്തേക്കിന് ജോയിൻറ്റ് കമാൻഡ് വരികയാണ്. അവിടെ ജോയിൻറ്റ് കമാൻഡ് തിയേറ്റർ അത് വരികയാണ്. അതും കൂടി അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷേ അതൊക്കെ വളരെയധികം ഫങ്ഷണലായിട്ട് വരുമ്പോഴത്തേക്ക് ഇന്ത്യ കംപ്ലീറ്റ്ലി സോളിഡ് സേഫ്റ്റിയിലായിരിക്കും. അന്തമാൻ നിക്കോബാർ പ്രോജക്ട്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻഷുറൻസ് പ്രീമിയമാണ് അവിടെ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വാർ റിസ്ക് ഇല്ലാതെ ആളുകളെ ഓരോ വെസലും അവിടെ കടത്തി വിടുന്നതാണ്. ഓരോ രാജ്യങ്ങളുടെയും ടാങ്കർ ഷിപ്സ് അതിൽ പോകുമ്പോഴത്തേക്ക് 0.25% to 3% ഒരു പ്രീമിയം നമുക്ക് ഈടാക്കാം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ദിസ് വിൽ ഡാമേജ് ചൈനാസ് ഇക്കണോമി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ചൈനയ്ക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഇൻ ഓൾ ടേംസ്, ഇൻ ടേംസ് ഓഫ് ബാറ്റിൽ, ഇൻ ടേംസ് ഓഫ് ഇക്കണോമി, ഇൻ ടേംസ് ഓഫ് റെപ്യൂട്ടേഷൻ എല്ലാം നമ്മൾ സൂപ്പർ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൈനയെ. ठीक है, India is going to be a big threat to China in the coming days. അത് അമേരിക്കയുടെയും കൂടെ ഒരു ആവശ്യമാണ്. അതർവൈസ് ടോപ്പ് കൺട്രി ആയിട്ട് വരുന്നതിൽ അമേരിക്കയെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന. ബട്ട് വി ആർ ഓൾസോ പിക്കിംഗ് അപ്പ് ടൈമിലി. അപ്പോൾ ഇതാകെ മൊത്തം ഒരു കോമ്പറ്റീഷൻ മൂഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കൺട്രികളും തമ്മിലുള്ള. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ത്യയെ തന്നെ വിശ്വസിക്കുന്നില്ല. ഇന്ത്യയിൽ തന്നെ എത്രയോ ബാഡ് എലിമെൻറ്റ്സ് ഉണ്ട്. ഇന്ത്യയുടെ പതനം കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേര് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഓക്കെ, ബട്ട് നാഷണലിസ്റ്റ് ദേശസ്നേഹികളുടെ മുമ്പിൽ ഇവരാരും ഒന്നുമല്ല. ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, നാളെയും ഉണ്ടാവും. ബട്ട് ഇന്ത്യ, മഹത്തായ ഇന്ത്യ തന്നെ പ്രിവെയിൽ ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു വെരി മച്ച്.